സംസ്ഥാനത്ത് വീണ്ടും കാട്ടാന ആക്രമണത്തിൽ മരണമുണ്ടായിരിക്കുന്നു. കുട്ടമ്പുഴ ക്നാച്ചേരിയിൽ യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നു എന്നുള്ള വാർത്ത വരുന്നു. ക്നാച്ചേരി സ്വദേശിയായ എൽദോസിനെയാണ് റോഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രദീപ്, എന്താണ് ഉണ്ടായത്? വിശദാംശങ്ങൾ എന്തെല്ലാം? വിശദാംശങ്ങൾ പൂർണ്ണമായും ലഭ്യമായി വരുന്നതേയുള്ളൂ. കോതമംഗലം കുട്ടമ്പുഴയ്ക്ക് അടുത്ത് ഉരുളൻ തണ്ണിക്ക് അടുത്താണ് സംഭവം ഉണ്ടായത്. എൽദോസ് എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത്. ബസ് ഇറങ്ങി നടന്നു പോകുമ്പോൾ കാട്ടാന ആക്രമിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. മാത്രമല്ല, കാട്ടാനക്കൂട്ടം ഏതാണ്ട് ഈ പരിസരത്ത് തന്നെ ഇപ്പോഴും തങ്ങുന്നു എന്നും പറയുന്നു. അതേസമയം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഈ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. കാലങ്ങളായി കാട്ടാനകളുടെ ശല്യമുള്ള പ്രദേശമാണ് ഇവിടം. സൗരോർജ്ജ വേലിയോ അല്ലെങ്കിൽ അതുപോലെ വന്യമൃഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് നാളുകളായി ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ്. എന്നാൽ ഇത് പൂർണ്ണമായും പ്രാവർത്തികമായിട്ടില്ല. ചിലയിടങ്ങളിൽ മാത്രമാണ് വേലിക്കെട്ടുകളും മറ്റും സ്ഥാപിക്കാനായിട്ടുള്ളത്. കാട്ടാന ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ ശല്യം രൂക്ഷമാണ്. വനമേഖലയോട് ചേർന്നുള്ള വനമേഖല എന്ന് തന്നെ പറയാവുന്ന ഒരു പ്രദേശമാണിത്. രാത്രിയായാൽ ഏറെ ആൾസഞ്ചാരം ഇല്ലാത്ത പ്രദേശമാണെന്നാണ് അറിയുന്നത്. ബസ്സിറങ്ങി നടന്നു പോകുമ്പോഴാണ് എൽദോസിനെ കാട്ടാന ആക്രമിച്ചത് എന്ന് പറയപ്പെടുന്നു. പോലീസും മറ്റും സംഭവ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പോലീസിൽ നിന്ന് സ്ഥിരീകരിച്ച വിവരം എന്ന് പറയുന്നത് കാട്ടാന ആക്രമണത്തിലാണ് എൽദോസ് കൊല്ലപ്പെട്ടത് എന്നാണ്. എത്ര മണിയോട് കൂടിയാണ് സംഭവം ഉണ്ടായതെന്ന് അറിയോ പ്രദീപ്? 7 മണിക്ക് ശേഷമാണ് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. വാർത്താവിനിമയ സംവിധാനങ്ങൾക്കും ചില പരിമിതികൾ ഉള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും എല്ലാവരുമായും ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. എങ്കിലും കുട്ടമ്പുഴ പോലീസ് സ്റ്റേഷനിൽ ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അതേസമയം ഇത്തരത്തിൽ യുവാവ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടാനിടയായ സാഹചര്യത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തിറങ്ങുന്നു എന്നുള്ള സൂചനയുമുണ്ട്. കാരണം മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ വന്യജീവികളുടെ ശല്യം തടയാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നത് ഈ പ്രദേശത്ത് കാലങ്ങളായി ഉയരുന്ന ഒരു ആവശ്യമാണ്. എന്നാൽ ഇത്തരമൊരു കാര്യത്തിൽ പൂർണ്ണമായും ശ്രദ്ധ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ വന്യജീവി ശല്യം ഉണ്ടാകാറുള്ള മേഖല തന്നെയാണ് ഇത്. ഇത്തരത്തിൽ ഈ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന ആവശ്യം അവഗണിച്ചതാണ് ഒരാളുടെ കൂടി മരണത്തിന് ഇടയാക്കിയത് എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. വനം വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കുറെ നാളായി കാട്ടാനാക്രമണം ഉണ്ടായിരുന്ന പ്രദേശമാണല്ലേ ഈ കോതമംഗലത്തെ കാട്ടാനാക്രമണങ്ങളെ കുറിച്ച് നമുക്കിപ്പോൾ അടുത്ത ദിവസങ്ങളായി തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ എടുക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം തന്നെയാണല്ലേ ഒരു കാട്ടാന പന മറിച്ചിട്ട് ഒരു യുവതിയുടെ ദേഹത്തേക്ക് വീഴുന്നത്, മരിക്കുന്നത്. ഇതിങ്ങനെ സ്ഥിരമായി ആവർത്തിക്കുന്നത് കൊണ്ടുള്ള പ്രതിഷേധമാണല്ലേ ഒരു മരണം സംഭവിച്ചതിന് ശേഷവും ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്? ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി മരിച്ചത് കാട്ടാന പന മറിച്ചിട്ട് ആ പനമരം ബൈക്കിന് മുകളിലേക്ക് പതിച്ചാണ്. അതിന്റെ നടുക്കം മാറും മുൻപ് തന്നെയാണ് ഈ മേഖലയിൽ തന്നെ കാട്ടാനയുടെ മറ്റൊരു ആക്രമണം കൂടി ഉണ്ടായിരിക്കുന്നത്. ഏറെക്കാലമായി കാട്ടാന ശല്യം ഉൾപ്പെടെ വന്യജീവികളുടെ ശല്യമുള്ള ഒരു പ്രദേശമാണിത്. കാട്ടാനകൾ കൃഷി നശിപ്പിക്കുന്നു, ഒപ്പം ജീവന് ഭീഷണിയാവുന്നു തുടങ്ങിയ പരാതികളൊക്കെ ഏറെക്കാലമായി ഉയരുന്നതാണ്. അതേസമയം സൗരോർജ്ജ വേലികളും മറ്റും സ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി ഇത്തരത്തിലൊരു അപകടത്തിൽ മരിക്കാനിടയായ സാഹചര്യത്തിൽ തന്നെ എത്രയും പെട്ടെന്ന് സൗരോർജ്ജ വേലികളുടെയും അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ജനപ്രതിനിധികൾ ഉറപ്പു നൽകിയിരുന്നതാണ്. എന്നാൽ ആ സംഭവം നടന്ന് 2-3 ദിവസമാകും മുൻപ് തന്നെയാണ് വീണ്ടും നാട്ടിനെ നടത്തിക്കൊണ്ട് ഇത്തരത്തിൽ